രാഹുലിനെ ഉടൻ തിരികെ എടുത്തില്ലെങ്കിൽ സംഭവിക്കുന്നത് ഇതാണ്. പ്രിയമുള്ളവരെ, ഇന്ന് മിഷൻ 250യുടെ 145-ാം ദിനം. ഇന്ന് തന്നെയാണ് സതീശന്റെ തേൻകണി യാത്രയുടെ സമാപനം തിരുവനന്തപുരത്ത് നടക്കുന്നത്. ഈ നടത്തിയ തേൻകണി യാത്ര കൊണ്ട് ഈ കോൺഗ്രസിനോ ഈ പ്രസ്ഥാനത്തിനോ എന്ത് നേട്ടമാണ് ഉണ്ടായത് എന്ന് ഞങ്ങൾ പതിനായിരക്കണക്കിന് ആളുകളോട് ചോദിക്കുകയുണ്ടായി. അവരെല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നു, ഇത് VD സതീശന്റെ ഒരു PR എക്സസൈസ് മാത്രമായിരുന്നു. ഈ കോൺഗ്രസ് പ്രസ്ഥാനത്തെ VD സതീശൻ എന്ന ഒരു വ്യക്തിയിലേക്ക് ക്രോഡീകരിക്കുന്ന ഒരു ക്യാമ്പയിൻ ആയിരുന്നു ഇത്. ഇതുകൊണ്ട് കോൺഗ്രസ് പ്രസ്ഥാനത്തിനോ UDFനോ യാതൊരു പ്രയോജനവും ഉണ്ടാകത്തില്ല. ഇയാളുടെ മുഖം കണ്ടാൽ ഈ VD സതീശനെ മുന്നിൽ നിർത്തി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചാൽ കനത്ത പരാജയം ഏറ്റുവാങ്ങേണ്ടി വരും എന്നാണ് എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇന്ന് തലസ്ഥാന നഗരിയിൽ അരങ്ങേറാൻ പോകുന്ന ഈ തേൻകണി യാത്രയുടെ സമാപനത്തിന് എത്ര കോടികളാണ് ചെലവാക്കാൻ പോകുന്നത് എന്ന് നിങ്ങൾ കാണുക. കഴിഞ്ഞ 10 കൊല്ലമായി പ്രതിപക്ഷത്തിരിക്കുന്ന യാതൊരു മാർഗവും ഇല്ലാതിരിക്കുന്ന ഇവർക്ക് ആരാണ് ഇവരെ ഫണ്ട് ചെയ്യുന്നത്? യാതൊരു സംശയവും വേണ്ട, പിണറായി വിജയനും അതുപോലെ തന്നെ BJPയുടെ കയ്യിൽ നിന്നും ലഭിച്ച പണത്തിന്റെ ഒരു അംശം മാത്രമാണ് ഇവന്മാർ ഇവിടെ ചെലവാക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഈ ഒരു ഇവന്റിലൂടെ ഇവർ പിണറായിയുടെ തുടർഭരണം ഉറപ്പിക്കുകയാണ്. ജനങ്ങൾ ഇത്രയും മുറവിളി കൂട്ടിയിട്ടും രാഹുലിനെ ഇവർ തിരികെ എടുക്കാൻ കൂട്ടാക്കാതെ ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ മിഷൻ 250 ക്യാമ്പയിനിൽ നമ്മൾ മറ്റൊരു തീരുമാനം കൂടി എടുത്തു. രാഹുൽ ഇല്ലാത്ത കോൺഗ്രസ് ഞങ്ങൾക്ക് വേണ്ട, രാഹുൽ ഇല്ലാത്ത കോൺഗ്രസ് ഞങ്ങൾക്ക് വേണ്ട എന്ന ആ ഒരു ഉറച്ച പ്രഖ്യാപനവുമായി ജനങ്ങൾ മുന്നിട്ടിറങ്ങാൻ പോവുകയാണ്. പ്രിയമുള്ളവരെ, എന്നെ ശ്രമിക്കുന്ന ലോകമെമ്പാടുമുള്ള മലയാളികളെ, ഈ VD സതീശന്റെയും സംഘത്തിന്റെയും ആ അഹന്ത തീർക്കണമെങ്കിൽ ഒരേ ഒരു കാര്യം നമ്മൾ ചെയ്താൽ മതി. രാഹുലിനെ ഉടൻ എടുത്തില്ല എങ്കിൽ, രാഹുലിനെ ഒരാഴ്ചയ്ക്കുള്ളിൽ ഇവർ തിരികെ എടുത്തില്ല എങ്കിൽ, ഈ കോൺഗ്രസ് പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്ന നല്ലവരായ ഉറച്ച കോൺഗ്രസ് വിശ്വാസികൾ ചെയ്യേണ്ടുന്ന ഏക കാര്യം, ഒരേ ഒരു കാര്യം ചെയ്താൽ മതി. ഓരോ മണ്ഡലത്തിലും കുറഞ്ഞത് 4000 കോൺഗ്രസ്സുകാർ ഈ പ്രസ്ഥാനത്തിന് വോട്ട് ചെയ്യില്ല എന്ന് തീരുമാനിക്കണം. നിങ്ങൾക്ക് ഞങ്ങളെ വിളിക്കാവുന്നതാണ്. ഈ ക്യാമ്പയിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുവാൻ നിങ്ങൾക്ക് വേണ്ടി വിളിക്കും. നമ്മൾ മനസ്സില്ലാ മനസ്സോടെ ഈ പിണറായി വിജയന്റെ നാറിയ ദുർഭരണത്തിൽ നിന്നും മോചനം ആഗ്രഹിക്കുന്ന ആ ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ട് വീണ്ടും പിണറായി വിജയന് തുടർഭരണം ഒരുക്കുവാൻ വേണ്ടി ഈ VD സതീശനും കോൺഗ്രസ് നേതൃത്വവും നടത്തുന്ന ഈ തട്ടിപ്പ് നിങ്ങൾ തിരിച്ചറിയണം. ഇവർ രാഹുൽ മാങ്കുട്ടത്തെ പോലെയുള്ള ചെറുപ്പക്കാരെ ഒതുക്കി മുഖ്യമന്ത്രി കസേര ലക്ഷ്യം വെച്ച് ഇവർ വലിയ ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവരുടെ ഈ ധാർഷ്ട്യത്തിന് മറുപടി കൊടുക്കണമെങ്കിൽ ഇവർക്ക് കനത്ത പരാജയം നമ്മൾ നൽകേണ്ടതുണ്ട്. രാഹുലിനെ ഒതുക്കി, രാഹുലിന് പ്രതീക്ഷ നൽകി, അവസാന നിമിഷം വരെ പ്രതീക്ഷ നൽകി ഒതുക്കുവാൻ ശ്രമിക്കുന്ന ഇവർക്ക് നൽകാവുന്ന മറുപടി എന്ന് പറയുന്നത്, ഈ 140 മണ്ഡലങ്ങളിലും ഓരോ മണ്ഡലത്തിലും കുറഞ്ഞത് 4000 കോൺഗ്രസ്സുകാർ ഇവർക്ക് വോട്ട് ചെയ്തില്ല എങ്കിൽ 2021 ആ അവസ്ഥ ഉണ്ടാകും. ഏതാണ്ട് 30-35 സീറ്റുകൾ ഇവർക്ക് നഷ്ടപ്പെട്ടത് 3000-3500 വോട്ടുകൾക്കാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ അടിയുറച്ച കോൺഗ്രസ്സുകാർ ഒരു 4000 പേർ ഇവർക്ക് ഇത്തവണ വോട്ട് ചെയ്യില്ല എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ തീർക്കാവുന്ന അഹന്തയെ ഈ തേൻകണി സതീശനും ടീമിനുമുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ വേറെ മാജിക്ക് ഒന്നും ചെയ്യേണ്ട. അതുകൊണ്ട് ഈ മിഷൻ 250യുടെ ഇന്ന് 145-ാം ദിനമാണ്. ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ നമ്മൾ കൃത്യമായി ഈ 140 മണ്ഡലങ്ങളിലും രാഹുലിനെ സ്നേഹിക്കുന്ന ഓരോ മണ്ഡലങ്ങളിലും കുറഞ്ഞത് 4000 പേരെങ്കിലും ഉണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. 4000 അല്ല, കോൺഗ്രസ്സുകാരുടെ കാര്യം എടുത്താൽ ബഹുഭൂരിപക്ഷം കോൺഗ്രസ്സുകാരും 95% കോൺഗ്രസ്സുകാരും ഒന്നടങ്കം പറയും രാഹുലിനെ തിരികെ എടുക്കണമെന്ന്. അന്നേരം അപ്രകാരം അതിൽ വെറും 4000 പേർ വിചാരിച്ചു കഴിഞ്ഞാൽ ഇവരുടെ അഹന്ത നമുക്ക് ഇല്ലാതാക്കാം, ഇവരെ മുട്ടും മുടക്കിക്കാം. അതുകൊണ്ട് രാഹുൽ ഇല്ലാത്ത കോൺഗ്രസ് ഞങ്ങൾക്ക് വേണ്ട എന്ന ഈ ക്യാമ്പയിൻ്റെ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് നമ്മൾ എടുക്കേണ്ടുന്ന തീരുമാനം
ഓരോ മണ്ഡലത്തിലും ഉള്ള ആളുകൾ ഇപ്രകാരം ഒരു തീരുമാനമെടുക്കണം, പ്രൊവൈഡഡ് രാഹുലിനെ ഒരാഴ്ചയ്ക്കുള്ളിൽ തിരികെ എടുത്തില്ല എങ്കിൽ. അതുകൊണ്ട് ഈ പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്ന കോൺഗ്രസ് നേതൃത്വം മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, നിങ്ങളുടെ അഹന്തയുടെ വില പോകില്ല. ലോകമെമ്പാടുമുള്ള മലയാളികൾ ഈ വിഷയത്തിൽ ഒറ്റക്കെട്ടാണ്. അവർ ഈ വിഷയത്തിൽ രാഹുലിനോടൊപ്പമേ നിൽക്കത്തുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് നിങ്ങളുടെ ഈഗോയും അഹന്തയും വാശിയും ഒക്കെ കൊണ്ട് ഈ പാർട്ടിയെ വീണ്ടും പരാജയത്തിൻ്റെ പടുകുഴിയിൽ കൊണ്ടിടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അതുകൊണ്ട് ഓപ്ഷൻ നിങ്ങളുടെ, പന്ത് നിങ്ങളുടെ കോർട്ടിലാണ്. എന്താണ് ഡിസിഷൻ എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. ഇനി i2v ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റിൻ്റെ 145-ാം ദിനമായ ഇന്ന് ലഭിച്ച പ്രതികരണങ്ങളിലേക്ക്. ഞാൻ അമേരിക്കയിൽ നിന്ന് വിളിക്കുവാണ്. ഈ കോൺഗ്രസിലെ ഈ പറയുന്ന പോലെ ഈ VD സതീശനെയും ഇവരെയെല്ലാം തോപ്പിക്കാനായിട്ട് ഒരു മാർഗം ഞങ്ങൾ മനസ്സാലെ കണ്ടിട്ടുണ്ട്. അമേരിക്കൻ ക്രിസ്ത്യൻ സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരിച്ചുകൊണ്ട് അവിടെ ക്രിസ്ത്യാനികളെ സ്ഥാനാർത്ഥിയാക്കിക്കൊണ്ട് ഇവന്മാർക്ക് എതിരെ മത്സരിക്കാനായിട്ട് ഒരു ക്യാമ്പയിൻ സാറ് തുടങ്ങിയാൽ നല്ലതായിരിക്കും. അതിനുവേണ്ടിയുള്ള ഫുൾ സപ്പോർട്ട് ഞങ്ങൾ ഇവിടുന്ന് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് സാർ അതിന് വേണ്ടി ഒരു ക്യാമ്പയിൻ തുടങ്ങിയാൽ നല്ലതായിരിക്കും. അമേരിക്കൻ ക്രിസ്ത്യൻ സോഷ്യലിസ്റ്റ് പാർട്ടി ഈ രമേശ് ചെന്നിത്തലയ്ക്കും എതിരെ, മുരളീധരനും എതിരെ, അതുപോലെ തന്നെ VD സതീശന്, ബിന്ദു കൃഷ്ണ, ഷാനിമോൾ ഉസ്മാൻ, അങ്ങനെ പല ആൾക്കാരും ഉണ്ട്. അവരുടെ പേര് ഞാനിപ്പം ഓർക്കുന്നില്ല. എങ്കിലും അമേരിക്കൻ ഇന്ത്യൻ ക്രിസ്ത്യൻ സോഷ്യലിസ്റ്റ് പാർട്ടി അതിനെപ്പറ്റി ഒരു ഇത് ചെയ്താൽ, അങ്ങനെ ഇവന്മാർക്കെതിരെ ക്രിസ്ത്യാനികളെ സ്ഥാനാർത്ഥിയാക്കി നിർത്തിക്കഴിഞ്ഞാൽ, അല്ല അതൊരു അങ്ങനെയുള്ളൊരു വർഗീയതയ്ക്കൊന്നും നമുക്ക് താല്പര്യമില്ല. അതല്ലല്ലോ, നമുക്കൊരു വർഗീയ ഇതൊന്നും ഇവിടെ ഒരു പ്രസക്തി ഇല്ല. അവന്റെ ജാതിയോ മതത്തിലോ. മുസ്ലിം ലീഗിനുണ്ടല്ലോ, എന്തോ മുസ്ലിം ലീഗ് ഉണ്ടല്ലോ. അല്ല അതൊക്കെ എന്ന് പറഞ്ഞ് നമുക്ക് അതിനൊക്കെ എതിരാ. കാരണം ഇതിനകത്തുള്ളതെന്ന് പറഞ്ഞാൽ നായനായ രാഹുലിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് പറവൂർ നായരായ VD സതീശനും മാവേലിക്കര നായരായ രമേശ് ചെന്നിത്തലയുവാ. ക്രിസ്ത്യാനികളല്ലല്ലോ രാഹുലിനെ ഇല്ലാതാക്കാൻ നോക്കുന്നതാണോ? ഒരൊറ്റ രാഹുലിനെ ഏതെങ്കിലും ഒരു ക്രിസ്ത്യാനി ഇല്ലാതാക്കാൻ നോക്കുന്നത്? എന്നാൽ രാഹുലിനെ എല്ലാ ക്രിസ്ത്യാനികളും ഇഷ്ടപ്പെടുന്നു. അല്ല, ഇവന്മാരെ തോപ്പിക്കാനായിട്ടുള്ള, അല്ല തോപ്പിക്കുക എന്നുള്ളത് നമുക്ക് എന്താ പറയാ, തോപ്പിക്കുക എന്നുള്ളത് നമ്മുടെ അവന്റെ ജാതിയുടെയോ മതത്തിന്റെയോ അടിസ്ഥാനത്തിലല്ല നമുക്ക് നോക്കേണ്ടത്, അവരുടെ പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അതിനെ വിലയിരുത്തുന്നത്. അയാള് നായരാണെന്നോ അവൻ ഹിന്ദു ആണെന്നുള്ളോ ക്രിസ്ത്യൻ ആണെന്നോ നമ്മൾ അതിൽ കാര്യമില്ല. ക്രിസ്ത്യൻ ആയതുകൊണ്ട് കൂടുതൽ പ്രത്യേകിച്ച് എന്തെങ്കിലും പ്രത്യേകിച്ച് ഉണ്ടെന്നും നമ്മൾ തോന്നുന്നില്ല. അന്നേരം നമുക്ക് ഇതിനകത്തൊരു ഒരു വർഗീയ ലൈനിൽ നമുക്ക് താല്പര്യമില്ല. അല്ല ഞാൻ പറഞ്ഞത് വേറൊരു കാര്യം. ഞങ്ങള് അമേരിക്കയിൽ ഇവര് ഇലക്ഷൻ നിൽക്കുമ്പോഴത്തേക്കിന് എല്ലാ ഇന്ത്യൻ സ്റ്റോറുകളിലും കൊണ്ട് ഫ്ലയേഴ്സ് വെക്കുന്നുണ്ട്. അപ്പം ഇവിടെ പറവൂരുള്ള ആൾക്കാർ കാണുമല്ലോ. അന്നേരം അതെന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ക്രിസ്ത്യൻ ഹിന്ദു ധ്രുവീകരണത്തിലേക്ക് പോകും. അന്നേരം എന്ത് ചെയ്യും? ഒരു രാഷ്ട്രീയപരമായി അതിനെ കൈകാര്യം ചെയ്യുന്നതിന് പകരം അങ്ങനെയാണ് അവരെ ക്രിസ്ത്യാനികളെല്ലാം അങ്ങനെ ഒരു നിലയിലേക്ക് പോകുമ്പം എന്നാൽ നമ്മൾ ഹിന്ദുക്കളെല്ലാം ഇങ്ങനെ നിലപാടെടുക്കാന്ന് പറയുമ്പോഴത്തേക്കും അതിനെ ഒരു വർഗീയ ടോണിലേക്ക് പോകും. അല്ലെങ്കിൽ ഇവനെ തോപ്പിക്കുവാന്നും പറഞ്ഞ് ഒരു ക്രിസ്ത്യാനികളുടെ അങ്ങനെയൊന്നും വെക്കാതെ ഇവനെ തോപ്പിക്കുവാന്നും പറഞ്ഞ് ഞങ്ങൾ ഇന്ത്യൻ സ്റ്റോറുകളിൽ ഇത് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അല്ല, അത് നമുക്ക് അവിടെ താമസിക്കുന്ന, അമേരിക്കയിൽ താമസിക്കുന്ന അവിടുത്തെ ലോ ഓഫ് ദ ലാൻഡ് എന്താണെന്ന് താങ്കൾക്ക് നന്നായി എന്നെ ഇവിടെ തിരുവനന്തപുരത്തുള്ള ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. എനിക്കൊരു കുഴപ്പം വരത്തില്ല. അത് ഞാൻ പറയാം, ഓരോരുത്തരുടെയും മനോധർമ്മം പോലെ കഴിഞ്ഞാൽ അവര് വിളിച്ച് ഇപ്പൊ രമേശ് ചെന്നിത്തല നാട്ടുകാരോട് പറയും, VD സതീശന്റെ നാട്ടുകാരോട് പറയും, ഇങ്ങനെ ഇവന്മാരെ തോപ്പിക്കുവാന്നും പറഞ്ഞ് ഒരു ലിസ്റ്റ് എഴുതി വെക്കുക, അല്ലാതെ ജാതി മതം ഒന്നും വെക്കാതെ അങ്ങനെ ചെയ്താലും. അല്ല, അതൊക്കെ നമ്മുടെ മനോധർമ്മം പോലെ. അപ്പൊ നമ്മളെ സംബന്ധിച്ചോളം ഇതിനകത്ത് നമുക്ക് ഒറ്റ കാര്യമുള്ളൂ, നമുക്ക് ഇതിനകത്ത് ജാതിയും മതവും നമ്മൾ കൂട്ടിക്കലർത്തും നമ്മൾ ആഗ്രഹിക്കുന്നത്. നമ്മൾ ഇതിനകത്ത് എന്താ ഇഷ്യൂ ചെയ്യുന്നത്? ഒരു നീതി നിഷേധം ഉണ്ടായിട്ടുണ്ട്, അതാണ് നമ്മൾ അഡ്രസ് ചെയ്യുന്നത്. അന്നേരം അതിനകത്തൊരു ജാതിയോ മതമോ വർഗവും ഒന്നും നമ്മൾ കൂട്ടിക്കലർത്താൻ ആഗ്രഹിക്കുന്നില്ല. ആ നീതി നിഷേധത്തിനെതിരെ ശബ്ദിക്കുക, അതിനെതിരെ ഒരു ഫലം ഉണ്ടാക്കുക. അതിന് ഇവിടെ നമ്മള് എല്ലാ ഇന്ത്യൻ സ്റ്റോറുകളിലും ഞങ്ങൾ ഫ്ലയേഴ്സ് കൊണ്ടുവെക്കും. അതിന് ഇവിടെ ലോ ആൻഡ് ഓർഡർ ഒന്നും ഒരു പ്രശ്നമൊന്നുമില്ല. ഓരോ പൗരനും അവർക്ക് ഉദ്ദേശിക്കുന്ന തരത്തിൽ എന്താ പറഞ്ഞ അവർക്ക് ആ രാജ്യത്തെ നീതി നിയമങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കാനുള്ള അവകാശമുണ്ട്. അതനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുക, യുക്തം തോന്നുന്നത് ചെയ്യുക.
ഇവിടെ ആരും ഇപ്പം ബി ഡി സതീശൻ പറഞ്ഞാൽ എനിക്കെതിരെ കേസെടുക്കുമോ? അതൊന്നുമില്ല. അതൊന്നും നമുക്കറിയാവുന്ന കാര്യമല്ലേ. ഇവനെ തോൽപ്പിക്കുമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഒരു ക്യാമ്പയിൻ ഇവിടെ ചെയ്യുന്നുണ്ട്. കാരണം രാഹുലിനെതിരെ ചെയ്ത ഇത് വളരെ നമുക്ക് സഹിക്കാൻ മേലാത്ത ഒരു സംഭവമാണ്. ഏറ്റവും നല്ലൊരു ചെറുപ്പക്കാരൻ. ഇപ്പോ അമേരിക്കൻ മലയാളികളുടെ ഇടയിൽ എങ്ങനെയുണ്ട് ഈ ഒരു രാഹുലിനെതിരെ ഒരു നീതി നിഷേധം നടത്തിയെന്നൊരു തോന്നല് എത്രത്തോളം ബലവത്തായിട്ടുണ്ട്? എല്ലാവരും പറയുന്നുണ്ട്. ഞങ്ങളിവിടെ മലയാളി അസോസിയേഷൻ ഉണ്ടല്ലോ, എല്ലാ സാറ്റർഡേയിലും ഒക്കെ ഞങ്ങൾ ബാഡ്മിൻ്റൺ കളിക്കാൻ അതിനൊക്കെ പോകുന്ന. അപ്പം എല്ലാവരും പറയുന്ന അവനോട് ചെയ്തത് വളരെ മോശമായിപ്പോയി, കോൺഗ്രസ്സുകാരങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതാണ്. അവനെ ഉള്ളതുകൊണ്ടാ കോൺഗ്രസ് ഒന്ന് ഉയർത്തെഴുന്നേറ്റത്. അതുവരെ തളർന്നു കിടക്കുമായിരുന്നു. ഇവനൊക്കെ എന്താ ചെയ്തിട്ടായി രമേശ് ചെന്നിത്തലയൊക്കെ. ഈ സതീശൻ ഇപ്പൊ നടത്തുന്ന ഈ തേൻകണി യാത്ര കൊണ്ട് ഈ പ്രസ്ഥാനത്തിന് എന്തെങ്കിലും നേട്ടം ഉണ്ടാവുമോ? നാളെ തീരാൻ പോവാ. ഒരു നേട്ടവും ഇല്ല. ഇത് പാലക്കാട്ട് മാത്രമേ എന്നുള്ളതാണ്. രാഹുൽ വിഷയം എത്രത്തോളം ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ UDF സ്വാധീനിക്കും? രാഹുൽ വിഷയം മിക്കവാറും അമ്മമാര് എല്ലാം തിരിച്ച് വോട്ട് കുത്താൻ ചാൻസ് ഉണ്ട് എല്ലാ മണ്ഡലത്തിലും. ഇവനെ നിർത്തിയില്ലെങ്കിൽ, രാഹുലിനെ നിർത്തിയില്ലെങ്കിൽ അമ്മമാരും ഈ രാഹുലിനോട് അനുകൂലിക്കുന്നവർ പല സ്ഥലത്തും, പാലക്കാട് മാത്രമല്ലല്ലോ, ഓൾ ഓവർ ദ കേരള, ആ കേരളയിൽ മുഴുവനുള്ള ഈ 140 മണ്ഡലത്തിലും അത് പ്രതിഫലിക്കും. ഒരു 2000 വോട്ട് വെച്ച് മറിഞ്ഞാൽ ഇവന്മാരുടെ പരിപാടി തീർന്നു. അടുത്ത ഭരണം പിണറായി വിജയന്റെ കയ്യിലിരിക്കും. 2000 വോട്ട് വെച്ച് ഈ 2000 ആൾക്കാരിലും രാഹുലിന് അനുകൂലമായിട്ട് ചിന്തിക്കുന്നവരുണ്ട് ഒരു മണ്ഡലത്തിൽ. ഞാൻ ചുമ്മാ ഒരു കാൽക്കുലേഷൻ പറഞ്ഞ ഈ 2000 വോട്ട് ഇവര് തിരിച്ചു കുത്തിക്കഴിഞ്ഞാൽ ഇനി രാഹുലിനെ ഇല്ലാത്തതുകൊണ്ട് കോൺഗ്രസിന് കയറണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നു. 74 വോട്ടിന് ജയിച്ച ആൾക്കാർ നിൽക്കുന്നു. അതുകൊണ്ട് ഈ 2000 വോട്ട് മറിഞ്ഞു കഴിഞ്ഞാൽ ഒരു മണ്ഡലത്തിൽ 2021 തെരഞ്ഞെടുപ്പില് ഏതാണ്ട് 30-35 സീറ്റുകൾ പോയത് ഈ 3000-3500 വോട്ടിനിടയ്ക്കാണ്. യെസ്, അതാണ് ഞാൻ പറഞ്ഞത്. അത് ഈ ഓരോ മണ്ഡലത്തിലും അവർ രാഹുലിനെ നിർത്താത്തതുകൊണ്ട് അവര് ഇത് തിരിച്ചു കുത്തിക്കഴിഞ്ഞാൽ 100% ഭരണം കിട്ടത്തില്ല. പിണറായി വിജയൻ 3ാം തവണയും വരും. വി ഡി സതീശൻ അതിനുവേണ്ടിയാണ് ഈ പ്രവർത്തിക്കുന്നത്. വി ഡി സതീശന് പ്രതിപക്ഷ നേതാവായിട്ട് ഇരിക്കാനായിട്ടാണ് അവൻ ചെയ്യുന്ന പരിപാടി. രമേശ് ചെന്നിത്തലയും അവൻ തട്ടിക്കളയും. രമേശ് ചെന്നിത്തല ഓർക്കുന്ന ഇപ്പം മുഖ്യമന്ത്രിയാണെന്നും പറഞ്ഞായിരിക്കുന്നത്. മുരളീധരന് ആഭ്യന്തരം കിട്ടുമെന്ന് പറഞ്ഞായിരിക്കുന്നത്. സുധാകരനെ കയറി വെട്ടി. സുധാകരന് ആഭ്യന്തരം കൊടുത്തിരുന്നെങ്കിൽ ഈ കമ്മ്യൂണിസ്റ്റുകാർ ചെയ്ത കാര്യങ്ങൾ അനങ്ങത്തില്ലായിരുന്നു ഒരു പോലീസുകാരനും. അതുപോലെ ദണ്ണമുള്ളതുകൊണ്ടാണ് പറയുന്നത് ഇത്രയും നല്ലൊരു ചെറുപ്പക്കാരന് ഇങ്ങനെ മാറ്റി നിർത്തുന്നത്. രമേശ് പിഷാരടിയെ നിർത്തിക്കഴിഞ്ഞാൽ 100% രമേശ് പിഷാരടിക്ക് ഒരു 10,000 വോട്ടിന് പോലും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഐ ഡോണ്ട് തിങ്ക്. എന്റെ പേര് ബാബു. ഞാൻ എറണാകുളത്താണ്. നിങ്ങളുടെ ചാനലിലെ ന്യൂസൊക്കെ ഞാൻ എപ്പോഴും കാണാറുള്ള വ്യക്തിയാണ്. അപ്പൊ ഈ രാഹുൽ മാങ്കൊല്ലത്തിന് എതിരായിട്ട് നിങ്ങൾ പറയുന്നതിനൊക്കെ എനിക്ക് വളരെ സന്തോഷം. കാരണം കോൺഗ്രസിന് ഒരു ജീവൻ നൽകിയ ഒരാളാണ് ഉള്ളത്. അപ്പൊ മാങ്കൂട്ടമില്ലാത്ത ഒരു കോൺഗ്രസ് ഞങ്ങൾക്ക് വേണ്ടാന്നുള്ള ഞാൻ കുറച്ച് ബ്ലോക്ക് അടിച്ച് മതിലൊക്കെ ഒട്ടിച്ച വല്ല കേസ് വരുമായിരുന്നു. ഒന്നുമില്ല, നമ്മുടെ അഭിപ്രായമല്ലേ. പിന്നെ ഒട്ടിക്കാൻ പാടില്ലാത്ത സ്ഥലങ്ങളിൽ കൊണ്ട് ഒട്ടിച്ചാൽ കേസെടുക്കാം. പതിച്ചേക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ പ്രോപ്പർട്ടിയിൽ ഒട്ടിക്കുന്നതിന് നമുക്ക് കുഴപ്പമില്ല. അതല്ലാതെ മറ്റൊരാടെ അല്ലാതെ പരാതി വരാത്ത സ്ഥലങ്ങളിലൊക്കെ നമ്മുടെ അഭിപ്രായം എഴുതി ഒട്ടിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. അതല്ലാതെ ഒരാളുടെ സ്വകാര്യ പ്രോപ്പർട്ടിയിൽ ഒരാള് പരസ്യം പതിക്കരുതെന്ന് വെച്ചെടുത്ത് കൊണ്ട് കൊടുത്താൽ സാറേ, ഞാൻ ഉദ്ദേശിച്ചത് ഇത്രയേ ഉള്ളൂ. വി ഡി സതീശനെ ആക്രമിക്കുമ്പോൾ മറ്റുള്ളവർക്ക് കൂടെ പ്രശ്നങ്ങൾ ഉണ്ടാകരുത്. UDF ഗവൺമെൻറ് വരണം. കാരണം ഇപ്പോഴത്തെ ഗവൺമെൻറ്റിൻ്റെ കാര്യങ്ങളെപ്പറ്റി സാറിന് അറിയാവുന്നതാണല്ലോ. സാറ് കൂടുതൽ അവരെ വിമർശിക്കുന്നുണ്ടല്ലോ. പക്ഷേ ഇപ്പോൾ നമ്മൾ കള പറിക്കുമ്പോൾ നല്ല ചെടിയും പിഴുതു പോകരുത്. വി ഡി സതീശൻ കളയാണെങ്കിൽ കള പറിച്ച് കളയണം. പക്ഷേ കള പറിക്കുമ്പോൾ നല്ല ചെടിയും പോകാൻ പാടില്ല. അപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു 55 വർഷത്തെ ചരിത്രം എനിക്കറിയാം.
എനിക്കറിയാം. കാരണം ഞാൻ 13ാമത്തെ വയസ്സിൽ KSC മുതലേ കോൺഗ്രസിൽ പ്രവർത്തിക്കുന്ന, ഉമ്മൻചാണ്ടിയൊക്കെ ആയിട്ട് അടുത്ത് പ്രവർത്തിച്ചിട്ടുള്ള കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ VD സതീശനെ അനുകൂലിക്കുന്ന ആൾക്കാരും ഉണ്ട്. കാരണം സീറ്റ് കിട്ടാൻ വേണ്ടി ഇപ്പോൾ ഓരോരുത്തരും അവരവരുടെ കരുത്ത് കാണിക്കാൻ വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്യും. അതുകൊണ്ട് ആൾക്കൂട്ടമൊക്കെ ഉണ്ടാകും. നമുക്ക് ഈ കോൺഗ്രസിൻ്റെ കാര്യത്തിൽ ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. കാരണം അവരുടെ ഓരോ പ്രത്യേക, കോൺഗ്രസിനെ സംബന്ധിച്ചുള്ള പ്രത്യേക രീതിയാണ്. പിന്നെ എൻ്റെ ഒരു ഇൻറ്റൻഷൻ എന്ന് പറയാൻ ഞാൻ പറയാൻ ഉദ്ദേശിച്ചതെന്ന് ചോദിച്ചാൽ, നമുക്ക് കോൺഗ്രസ് താഴേക്കിടയിലുള്ള പ്രവർത്തകരുണ്ട്. അവർക്ക് ആകെ കിട്ടുന്ന ഒരു അവസരം ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും ഒക്കെ മത്സരിക്കാവുന്ന, അത് അല്ല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള ചാൻസാണ്. അത് അവർ പോസ്റ്റർ ഒട്ടിച്ചും മുദ്രാവാക്യം പിടിച്ച് ചില പേരിൻ്റെ മുമ്പിൽ പോയി വീണുമൊക്കെ പരിക്കേറ്റ ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെയുള്ളവർ വിചാരിക്കുന്നുണ്ട് ഭരണമാറ്റം ഉണ്ടാകണമെന്നും. അവർക്ക് ED സതീശനും പ്രശ്നമല്ല, രമേശ് ചെന്നിത്തലയും പ്രശ്നമല്ല, ആരും പ്രശ്നമല്ല. അവർക്ക് കോൺഗ്രസ് UDF അധികാരത്തിൽ വരണം, ഇപ്പോഴത്തെ രീതിയിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാകരുത് എന്നുള്ളതൊക്കെയാണ് സാധാരണ ജനതയും സാധാരണ കോൺഗ്രസ് പ്രവർത്തകരും വിചാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് സാറ് ED സതീശനെ അറ്റാക്ക് ചെയ്യുമ്പോൾ അത് മറ്റുള്ളവർക്കൂടെ അത് ബാധകമാകരുത് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അത്രയേ ഉള്ളൂ. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അറിയാമല്ലോ, പൈസ കൊടുത്ത് കാര്യങ്ങൾ സാധിക്കുന്ന ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ സീറ്റിന് വേണ്ടി എന്ത് പെട്ടിയെടുക്കുന്ന ആൾക്കാരുണ്ട്. അവരൊക്കെ സതീശൻ്റെ കൂടെ ഉണ്ടാവും. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല. സാധാരണ കോൺഗ്രസ് പ്രവർത്തകർക്ക് ദോഷം വരാത്ത രീതിയിൽ അടുത്ത പറഞ്ഞ UDFന് കിട്ടത്തക്ക രീതിയിലുള്ള വിമർശനം ആകുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയുന്നുള്ളൂ. സാറിന് എന്നേക്കാൾ അറിവും കഴിവും ഉണ്ട്. അപ്പം എനിക്ക് താല്പര്യം സാധാരണ പ്രവർത്തകരോടാണ്, നേതാക്കന്മാരോടല്ല. സാധാരണ പ്രവർത്തകരുടെ കഷ്ടപ്പാട് അവരുടെ നേരിട്ട് അനുഭവിച്ച് ഞാൻ ഇറങ്ങിയിട്ടുള്ള ഉമ്മൻചാണ്ടിയും മറ്റും ഇവിടെ ഇത് കൊടുത്തിട്ട് നോമിനേഷൻ കൊടുത്തിട്ട് ഉമ്മൻചാണ്ടി പോകത്തേ ഉള്ളൂ. പിന്നെ ഇവിടെ പണി മുഴുവൻ എടുക്കുന്നത് ഇവിടുത്തെ സാധാരണ യൂത്ത് കോൺഗ്രസിൻ്റെ പിള്ളേരാണ്. പക്ഷേ പുള്ളി പക്ഷേ അവരെ മൈൻഡ് ചെയ്യുമായിരുന്നു. രാത്രിയിലേക്ക് പുള്ളി 3 മണിക്കും 2 മണിക്ക് തിരിച്ചു വരുമ്പം അവിടെ ചുവരെഴുതുകയും പോസ്റ്റർ ഒട്ടിക്കുകയൊക്കെ ചെയ്യുന്നവരെ കണ്ട് പുള്ളി അവിടെ നിർത്തുകയും കാപ്പി വേണോ എന്തെങ്കിലും ആഹാരം മേടിച്ചു തരണോ എന്നൊക്കെ ചോദിച്ച് അത് വേണ്ടത് ചെയ്തിട്ടേ പുള്ളി പോകുള്ളായിരുന്നു. അങ്ങനെയൊക്കെയുള്ള ഒരു മനുഷ്യരായിരുന്നു ഉമ്മൻചാണ്ടി. എല്ലാവരും അങ്ങനെയല്ല. ED സതീശൻ വേറെ, ഉമ്മൻചാണ്ടി വേറെ, രമേശ് ചെന്നിത്തല വേറെ. ഉമ്മൻചാണ്ടിയെ കൊണ്ട് മാത്രമേ ഉള്ളൂ 2 പേരുടെ ഭൂരിപക്ഷമുള്ള ആ മന്ത്രിസഭയെ 5 വർഷം കൊണ്ടുപോകാൻ സാധിക്കുന്നത് ഉമ്മൻചാണ്ടിക്ക് മാത്രമേ സാധിക്കത്തുള്ളൂ, അല്ലാതെ ആർക്കും സാധിക്കത്തില്ല. കരുണാകരൻ്റെയും ഉമ്മൻചാണ്ടിയുടെയൊക്കെ മെയ്വഴക്ക് ഒന്നും ഇവർക്ക് ED സതീശനോ രമേശ് ചെന്നിത്തലയ്ക്കോ ആർക്കുമില്ല. ഞാൻ ഇടുക്കിന്ന് വിളിക്കുന്നതാ. പേര് അൽഫോൺസ സണ്ണി. നമ്മളെ ഈ രാഹുലിനെ പാർട്ടിയിൽ നിർത്താത്തെന്താ ഈ BD സതീശൊക്കെ? പിണറായിക്ക് 3ാമതും തുടർഭരണം ഉറപ്പാക്കുക, പണം മേടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ചെയ്യാൻ പറ്റുമോ? അതുകൊണ്ടായിരിക്കും അല്ലേ? അതിനെന്താ ചെയ്യേണ്ടി? ഇപ്പൊ നമ്മള് ചെയ്യേണ്ട എന്നാ വെച്ച് കഴിഞ്ഞാല് ഈ കള്ളന്മാരെ, അതായത് രാഹുലിനെ ക്രൂശിക്കാൻ നോക്കിയ എല്ലാവരെയും 10 പേരുടെ ലിസ്റ്റ് ഞങ്ങൾ ഇന്ന് കൊടുത്തിട്ടുണ്ട്. യുവമാരെ തെരഞ്ഞു പിടിച്ച് തോൽപ്പിക്കുക. ഞാൻ തിരുവനന്തപുരത്തേരിയായിരുന്നു. ഇപ്പൊ ഞാൻ ഇരിക്കുമെന്ന് താമസിക്കുന്നത്. ഞാൻ പക്ക കോൺഗ്രസ് ആണ്. എന്ത് വന്നാലും പിന്നെ രാഹുലിനെ നിർത്തിയില്ലെങ്കിൽ വോട്ടിടാൻ നമ്മളാരും ഇറങ്ങൂല, ആർക്കും കൊടുക്കൂല. അതായത് നമ്മൾ തീരുമാനിക്കേണ്ട ഇതാണ്, ഈ രാഹുലിനെ നശിപ്പിച്ചിട്ട് ഈ പ്രസ്ഥാനത്തെ കൂട്ടിക്കൊടുത്ത് പിണറായി വിജയനും വരാനും കേരളത്തിൽ കോൺഗ്രസ് ഇല്ലാതാക്കാനും കമ്മീഷൻ മേടിച്ച് യുവന്മാർക്കുള്ള മറുപടി എങ്ങനെയാ കൊടുക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, യുവമാരെ ജയിപ്പിക്കരുത്. ഒരു മണ്ഡലത്തിൽ 4000 വോട്ടുകൾ വരും. 4000 കോൺഗ്രസ്സുകാർ വിചാരിച്ചാൽ യുവമാരെ പാഠം പഠിപ്പിക്കാൻ പറ്റും. 4000 കോൺഗ്രസ്സുകാർ വോട്ട് ചെയ്യത്തില്ല എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇവന്മാരുടെ ധാർഷ്ട്യം തീരും. മുഖ്യമന്ത്രി ആകാമെന്നും പറഞ്ഞ് ഭരണം ഉറപ്പിച്ച് നടക്കുക ഇവന്മാര്. സാറേ, പിന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, തെറ്റാണെന്നുള്ള തോന്നരുത്. ഈ പിണറായിയും മറ്റുള്ളവരും അങ്ങനെ കാണിക്കുന്ന അയാളെ മോളും മോനും മരുമോനും ഒക്കെ ഈ തെറ്റൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ കൂടെ വന്നിട്ട് പിന്നെ ആ ചെറിയ ചെറുപ്പക്കാരനെ ഇങ്ങനെ കാണിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ സാറേ? ഓക്കെ, പിണറായി ചെയ്ത് നമുക്ക് സമാധാനിക്കാം. കൂടെ നിന്ന് കുതികാലി വെട്ടിയവന്മാരെ കുറിച്ച് എന്താ പറയാനുള്ളത്? അതെ, സതീശനും ബാച്ചും. പിണറായി ഈ പണി കാണിക്കും, ഇതിനപ്പുറം കാണിക്കും. അതെ, ഉമ്മൻചാണ്ടിയെ കാണിക്കാൻ അന്നും ഉമ്മൻചാണ്ടി വിഷയത്തിലും ഇതുപോലെ കെണിയിൽപ്പെടുത്തി ഈ കൂടെ നിന്നവന്മാര് തന്നെയല്ലേ? അതെ. അത് തന്നെയല്ലേ ഇപ്പോഴും ആവർത്തിക്കുന്നത് 2026-ലും? ഇല്ല സാറേ, എന്തായാലും പിണറായി ജയിക്കാൻ പോണില്ല. ഈ കോൺഗ്രസിൽ എന്തായാലും യവന്മാർ ഇത്രയും പേടിച്ചിട്ട് നമ്മളെ രാഹുലിനെ കേറ്റും.
കയറ്റിയാൽ ഈ ആളുകളെല്ലാം തിരിച്ച് ആ UDF വോട്ട് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവും. ഇല്ലെങ്കിൽ ഇവന്മാരുടെ കാര്യം ഇത്തവണ പോക്കാം. അതെ അതെ. ഇത് കാസർഗോഡ് പേര് ബാലകൃഷ്ണൻ. രാഹുലിനെ പറ്റി ഇപ്പം പാലക്കാടുള്ള ഒരു പെണ്ണുങ്ങള് സംസാരിക്കുന്നില്ലേ, അവര് പറഞ്ഞത് ഏറ്റവും ശരിയാ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യം ഒന്ന് പ്രക്ഷേപണം ചെയ്തിട്ട് അവരെ ഒന്ന് പിന്മാറ്റാൻ നോക്കുന്നത് നല്ലത്. ആരെ? രമേശ് ചെന്നിത്തലനെയും മറ്റേ വീടുകളിലൊന്ന് നേരെയാക്കാൻ കഴിയുമെന്ന് നോക്കുന്നത് നല്ലതാണ്. ഇല്ലെങ്കിൽ അവരെ നിൽക്കുന്നവർക്കാനും തോപ്പിക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങളത്. എന്റെ അല്ല, ഇവിടുത്തെ ജനങ്ങളുടെ. രാഹുൽ നിൽക്കണോ വേണ്ടയോ? രാഹുൽ നിന്നാൽ കോൺഗ്രസ് രക്ഷപ്പെട്ടു. രാഹുൽമാർ ഒതുക്കി പകരം വേറെ ആളെയാണ് നിർത്തുന്നതെങ്കിലോ? കോൺഗ്രസ് തോക്കാൻ സാധ്യതയുണ്ട്. വേറെ ഒന്ന് i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.